വെൽക്കം ഡിസംബർ ആൻഡ് വെയിറ്റിംഗ് ഫോർ ക്രിസ്മസ്. ഇന്നത്തെ വീഡിയോ ക്രിസ്മസിന് വേണ്ടിയിട്ടുള്ള എന്റെ ഫസ്റ്റ് ഷോപ്പിംഗ് ആണ് കേട്ടോ. ജോലി കഴിഞ്ഞ് നേരെ വിട്ടടിച്ച് പോയത് ചേർത്തലയിലോട്ടാണ്. പോയതിന്റെ ഉദ്ദേശം അമ്മച്ചിക്ക് ക്രിസ്മസിന് ഒരു സാരി വാങ്ങിക്കണം. ചേർത്തലയിലെ ബെഡാ ബസാർ എന്റെ ഷോപ്പിംഗ് പ്ലാനിൽ ഇല്ലാതിരുന്ന ഒരു കാര്യമാണ് കേട്ടോ. പക്ഷെ എന്ത് ചെയ്യാനാ, ക്രിസ്മസിന് വേണ്ടിയിട്ടുള്ള എല്ലാ സാധനങ്ങളും ഒരു കുടക്കീഴിൽ ഇങ്ങനെ മിന്നി തിളങ്ങി ഇതാ ഇവിടെ ബെഡാ ബസാറിൽ റെഡി ആയിട്ടിരിക്കുവാണ് കേട്ടോ സെയിലിന്. അല്ലറ ചില്ലറ ലൊട്ടിലൊടുക്ക് സാധനങ്ങൾ മാത്രമേ ഞാൻ അവിടെ നിന്ന് വാങ്ങിച്ചുള്ളൂ കേട്ടോ. കാരണം നമ്മുടെ കയ്യിൽ ഓൾറെഡി കുറച്ച് സാധനങ്ങൾ പഴയത് സ്റ്റോക്ക് ഉണ്ട്. ഇനി നമുക്ക് നേരെ പോവാം ചിക്കൂസിൽ. ചേർത്തലയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട തുണിക്കടകളിൽ ഒന്നാണ് കേട്ടോ ചിക്കു. എന്റെ കർത്താവേ, എന്തോരം മെറ്റീരിയൽസ് ആണെന്ന് അറിയാവോ. റെഡ് വൈറ്റ് കോമ്പിനേഷനിൽ ഞാൻ ആ തുണിക്കടയിൽ ഇന്ന് ചെന്നപ്പോൾ കണ്ടത്. റെഡും വൈറ്റും കളർ തീമാണ് ഈ വീഡിയോ കാണുന്ന ചേർത്തലക്കാരായിട്ടുള്ള നിങ്ങൾ ആരെങ്കിലും ചൂസ് ചെയ്യുന്നത് ഇത്തവണത്തെ ക്രിസ്മസിനെങ്കിൽ തീർച്ചയായിട്ടും ചിക്കൂസിലോട്ട് പോകാം. കട്ടിംഗ് മെറ്റീരിയൽ വാങ്ങിച്ച് നമ്മുടെ ഇഷ്ടത്തിന് ഇഷ്ടമുള്ളതുപോലെ തയ്ച്ചെടുക്കാം. അതിനിപ്പോൾ ജെൻസ് ആണെങ്കിലും അങ്ങനെ തന്നെ ചെയ്യാം കേട്ടോ. പിന്നെ സാരി സെക്ഷനിൽ ചെന്ന് ഒന്ന് രണ്ട് സാരി നോക്കിയപ്പോഴേ എനിക്ക് അമ്മച്ചിക്ക് വേണ്ടിയിട്ടുള്ള സാരിയും കിട്ടി കേട്ടോ. അലഞ്ഞു തിരിഞ്ഞ് ചണ്ടി പിഷട് പരുവത്തിനാണ് ഞാൻ വന്നത്. ഹാപ്പി അല്ല, ഡബിൾ ഹാപ്പി അല്ല, ട്രിപ്പിൾ ഹാപ്പി ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നത്. ഒന്നാമത്തെ കാര്യം അമ്മച്ചിക്ക് നല്ലൊരു സാരി എടുക്കാൻ പറ്റും. രണ്ടാമത്തെ കാര്യം ക്രിസ്മസ് തീമിൽ റൂം ഒന്ന് റീസെറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് നല്ല മെറ്റീരിയൽസ് അഫോർഡബിൾ ആയിട്ട് ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. ഉദ്ദേശിച്ചത് ഈ വിൻഡോ കർട്ടനും ഡോർ കർട്ടനും അതുപോലെ ടേബിൾ ക്ലോത്തും ഒക്കെ ഒന്ന് റീസെറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. അപ്പോഴാണ് ഇതാ ഈ ചിക്കൂസിൽ ചെന്നപ്പോഴത്തേക്ക് പെർ മീറ്റർ 65 രൂപ വെച്ചിട്ട് കുറച്ച് നല്ല റെഡ് വൈറ്റ് കോമ്പിനേഷനിൽ മെറ്റീരിയൽ കട്ട് ചെയ്ത് വാങ്ങിക്കാൻ പറ്റിയത്. കടയിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ ഞാൻ അമ്മച്ചിനെ വിളിച്ച് പറഞ്ഞായിരുന്നു ഞാൻ ദാ ഇപ്പോൾ എത്തും, എനിക്ക് ചായ ഇട്ട് വെച്ചേക്കണമെന്ന്. അങ്ങനെ അമ്മച്ചി ചായ ഒക്കെ ഇട്ട് തന്നപ്പോൾ ഞാനത് കുടിച്ചതിന് ശേഷം കൊണ്ടുവന്ന ഓരോ സാധനങ്ങളും ഇങ്ങനെ എടുത്തു കൊടുക്കുകയാണ്. വലിയ സർപ്രൈസ് ഒന്നും ഇല്ലാതെ കൊണ്ടുവന്ന സാരി കയ്യിൽ കൊടുത്തപ്പോൾ ആളെന്നോട് പറയുക, എന്നോട് ഹാപ്പി ബർത്ത്ഡേ എന്ന് പറയുമെന്ന്. മാതാശ്രീ ഉദ്ദേശിച്ചത് ഹാപ്പി ക്രിസ്മസ് എന്ന് പറഞ്ഞ് വിഷ് ചെയ്തിട്ട് കയ്യിലോട്ട് കൊടുക്കൂ എന്നതായിരിക്കണം എന്ന് തോന്നുന്നു. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഇവിടെ ഇങ്ങനെയാടാ. അമ്മച്ചി എന്താ ഉദ്ദേശിക്കുന്നതെന്ന് ഇവിടെ ആർക്കും മനസ്സിലാവത്തില്ല. ഞാൻ എന്തായാലും ഹാപ്പി ക്രിസ്മസ് എന്ന് വിഷ് ചെയ്ത് തന്നെ സാരി കയ്യിലോട്ട് കൊടുത്തിട്ട് പറഞ്ഞു, സാരി ബ്ലൗസ് ഒക്കെ നേരത്തെ തന്നെ തയ്പ്പിച്ച് വാങ്ങിച്ച് ക്രിസ്മസിന് തന്നെ ഇത് കൊടുക്കണേന്ന്. ചിലപ്പോൾ മാതാശ്രീ വേണമെങ്കിൽ വേറെ ഏതെങ്കിലും പള്ളിപ്പെരുന്നാളിനായിരിക്കും ഈ ക്രിസ്മസിന് വാങ്ങിച്ചു കൊടുത്ത സാരി കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ധാരാളം പ്ലാനും പദ്ധതിയുള്ള ഒരു ഹൃദയത്തിനുടമയാണ് എൻ്റെ ഈ തങ്കക്കുടം. അമ്മയ്ക്ക് മാത്രമേ വാങ്ങിച്ചുള്ളൂ, മോൾക്കൊന്നും വാങ്ങിച്ചില്ലേ എന്ന് ചോദിച്ചാൽ മോൾക്ക് എന്നേ വാങ്ങിച്ച് എപ്പോഴേ തയ്ക്കാൻ ഒരു സമയത്ത് തയ്ച്ച് കിട്ടണേ എന്നുള്ള പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. ഈ എണ്ണിപ്പെറുക്കി എടുക്കുന്നത് ചിക്കൂസിന് ഞാൻ വാങ്ങിച്ചുകൊണ്ട് വന്ന കട്ടിംഗ് മെറ്റീരിയൽസ് ആണ് കേട്ടോ. ഇത് ചുരിദാർ തയ്പ്പിക്കാനല്ല, ഇതുകൊണ്ട് എനിക്ക് ഇവിടെ ഒരു ബദ്ലഹം പണിയണം. ഉദ്ദേശിച്ചത് ഈ ഡോർ കർട്ടനും വിൻഡോ കർട്ടനും ഒക്കെ ഒന്ന് മാറ്റി സെറ്റ് ചെയ്യണമെന്നാണ്. അപ്പൊ കർട്ടനൊക്കെ തയ്ച്ചിട്ട് റൂം സെറ്റ് ചെയ്യുന്ന വീഡിയോ ആയിട്ട് വരാവേ. പിന്നെ ഈ സെക്കൻഡും തേർഡും ഷോപ്പിംഗ് ഒന്നും ഇനി ഇല്ല കേട്ടോ. ഈ വർഷത്തെ ഷോപ്പിംഗ് എന്തായാലും ഇതോടുകൂടി അവസാനിച്ചു. ഇനി കുറച്ച് ആഹ്ലാദ പ്രകടനമാകാം. അങ്ങനെ എപ്പോഴും പറയണ പോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.